الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിലെ 16-ാമത്തെ വചനമാണ് നാം ഓതി കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി കൊണ്ട് പറയുകയാണ്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അവരുടെ പ്രാർത്ഥന, സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥന, റബ്ബനാ ഇന്നനാ ആമന്നാ, ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ആകയാൽ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും
വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന സത്യവിശ്വാസികൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പ്രാർത്ഥനകൾ ഉണ്ടാവും. വിശ്വാസം എന്ന് മാത്രമല്ല, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. മറിച്ച് അതാ വരാനുള്ള പാരത്രികമായ ജീവിതത്തിൽ അതിലേറ്റവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ആ നരകശിക്ഷ എന്ന് പറയുന്ന ആ കഠിനമായ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ഉള്ളത് കൂടി നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടേണ്ട കാര്യമാണ്. ജീവിത വിശുദ്ധിയിലൂടെ വിജയം കൈവരിക്കുക എന്നതാണ് ഇസ്ലാമിക ജീവിത വീക്ഷണത്തിൻ്റെ അടിത്തറ. നല്ല വിശുദ്ധമായ ജീവിതത്തിലൂടെ വിജയം വരിക്കുക. ഈ ലോക ജീവിതം വിജയകരമായി മുന്നോട്ട് നീക്കുക എന്ന താൽക്കാലിക സംവിധാനത്തിനപ്പുറം മരണാനന്തര ജീവിതം കൂടി ധന്യമാക്കുവാൻ ഉതകും വിധമുള്ള ഒരു ജീവിതം സാധ്യമാക്കുക എന്നതാണ് സത്യവിശ്വാസിയുടെ ബാധ്യത. മരണാനന്തര ജീവിതമുണ്ട്. ഇഹലോക ജീവിതം മാത്രമല്ല, മറിച്ച് വരാനുള്ള മരണാനന്തര ജീവിതം കൂടി ഉൾപ്പെടേണ്ടതാണ്. രണ്ടും കൂടി കണക്റ്റഡാണ്. ഇഹലോക ജീവിതം മാത്രമായിരിക്കുക അല്ല സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാവുക, മറിച്ച് വരാനിരിക്കുന്ന നാം അടുത്ത ജീവിതത്തിൽ നമ്മളെ എല്ലാം അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ പരലോകത്ത്, ആ പരലോക ജീവിതം, അവിടത്തെ കൂടിയുള്ള വിജയം കൂടി വേണം നമ്മൾ തയ്യാറാകേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അല്ലാഹു പറയുകയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നമുക്കറിയാം, ഇഹലോക വിജയത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് ധനമാണ്, രണ്ട് മക്കളാണ്. മക്കളെ കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന കുടുംബങ്ങൾ രക്ഷപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. മക്കളും ഒരു സമ്പത്താണ്. അതേപോലെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആർജിക്കേണ്ടത്, നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ധനമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും പരലോകത്ത് രക്ഷപ്പെടുക സാധ്യമല്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വത്തോ ഈ മുതലുകളോ ഈ മക്കളോ ഒന്നും നമുക്ക് പ്രയോജനപ്പെടുകയില്ല. പ്രയോജനപ്പെടുന്നത് ആ രീതിയിൽ ആകുമ്പോൾ പ്രയോജനപ്പെടും. അതല്ലാതെ കുറേ സ്വത്തുക്കളുണ്ട്, കുറേ മക്കളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുക? ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നല്ല സലീമായ ഹൃദയത്തോടുകൂടി, അഥവാ കുറ്റമറ്റ ഹൃദയവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നവരാണ് വിജയിക്കുക എന്നുള്ളതാണ്. നല്ല ഹൃദയവുമായിട്ട്, നല്ല പരിശുദ്ധമായ ഹൃദയവുമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുക, തെറ്റുകളൊന്നും വരാതെ സൂക്ഷിച്ചുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ള ആ ഒരു ബോധത്തിലും വിചാരത്തിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു വിശ്വാസിയിൽ നിന്ന് തെറ്റുകൾ ഒന്നും സംഭവിക്കാൻ പാടില്ല. തെറ്റുകൾ വരാതെ, പാപങ്ങൾ ചെയ്യാതെ, സ്ഖലിതങ്ങളൊന്നും വരാതെ, അത് മനഃപൂർവം അങ്ങനെ ഒരു തെറ്റുകൾ, തിന്മകൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നത്
വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ ആ പ്രാർത്ഥന പറഞ്ഞത്. ഞങ്ങൾ വിശ്വസിച്ചു, റബ്ബന ഇന്നന ആമന്ന, ഞങ്ങളിതാ റബ്ബെ നിന്നെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫൗഫിർ ലനാ ദുനൂബന, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറയുക. അപ്പോൾ ഈ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മുടെ ഈ വിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് സാധിക്കണം. കുറേ പാപങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ദുനിയാവിൽ. ഒരുപാട് തെറ്റുകൾ, ഖുർആൻ പരിചയപ്പെടുത്തി തന്ന തിന്മകളുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കുറെ തെറ്റുകൾ, ആ തെറ്റുകളൊന്നും വരാതെ സൂക്ഷിക്കുവാനുള്ള കൽപ്പനകൾ നമുക്ക് ഖുർആനിലും ഹദീസിലും കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറയുന്നു, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, വലിയ തെറ്റുകളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുന്നവരാണ് വിശ്വാസികൾ. അല്ലാഹു അവർക്കാണ് പ്രതിഫലം കൊടുക്കുന്നത്. വലിയ തെറ്റുകൾ, കബായിറുകൾ, അതേപോലെ തന്നെ ഫവാഹിഷത്തുകൾ, മ്ലേച്ഛമായ പ്രവൃത്തികൾ, മ്ലേച്ഛമായ വെറുക്കപ്പെട്ട തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നവരാണവർ. അല്ലദീന യജ്തനിബൂന, അവർ വിട്ടുനിൽക്കും, കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം, നിസ്സാരമായതൊഴിച്ചുള്ള നീചവൃത്തികൾ. ചില മാനുഷികമായിട്ടൊക്കെ നമുക്ക് സംഭവിച്ചു പോയേക്കാവുന്ന കുറെ വീഴ്ചകളും തെറ്റുകളും ഒക്കെ ഉണ്ട്. അത് മാനുഷികമാണ്. ഇല്ലൽ ലമം, അത് അള്ളാഹു എന്ത് ചെയ്തു? ഒഴിച്ചു നിർത്തി. അള്ളാഹു അത്തരം തെറ്റുകളെയൊക്കെ കണ്ണുകൂട്ടി. അതൊക്കെ പുറത്തു തരാൻ റബ്ബിന് കഴിയും, സാധിക്കും. റബ്ബ് പുറത്തു തരും എന്നാണ്. നമ്മൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഈ മുഹറത്തിലെ ഈ 10 മുഹറം 10 സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് വൻപാപങ്ങളല്ല, ചെറിയ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം, ഉദ്ദേശം. വലിയ തെറ്റുകൾ പുറത്തു കൊടുക്കുക എന്നുള്ളതല്ല. വലിയ തെറ്റുകൾ പുറത്തു കൊടുക്കണമെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുകയും അള്ളാഹുവിലേക്ക് വളരെ അധികം ഖേദിച്ചു മടങ്ങുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ വലിയ തെറ്റുകൾ പുറത്തു തരികയുള്ളൂ. അപ്പൊ ചെറിയ തെറ്റുകൾ സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് സംഭവിക്കാവുന്നതാണ്. ഇസ്ലാമിലെ ശിക്ഷ, നിർണയിക്കപ്പെട്ട കുറെ ശിക്ഷകളുണ്ട്. വ്യഭിചാരത്തിന് ഹദ്ദുകൾ, അതേപോലെ തന്നെ മോഷണത്തിനുള്ള ശിക്ഷകൾ, കട്ടവന്റെ കൈമുറിക്കുക എന്നുള്ളത് ഒക്കെ നിർണിതമായ ഹദ്ദുകളാണ്. അപ്പൊ ഇതൊക്കെ വൻ പാപങ്ങളായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫവാഹിഷത്തുകൾ, മ്ലേച്ഛമായ പ്രവർത്തികൾ, സ്വവർഗരതിയും അതേപോലെ ഉള്ള ലൈംഗിക അരാജകത്വങ്ങളും എല്ലാം ഈ ഫവാഹിഷത്തുകളിൽ പെട്ടതാണ്. അതേപോലെ മദ്യപാനം എല്ലാ തിന്മകളുടെയും താക്കോലാണ് മദ്യപാനം എന്ന് പറയുന്നത്, മദ്യപിക്കുക എന്ന് പറയുന്നത്. അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാണ്? വിശ്വാസികൾക്ക് യാതൊരു നിലക്കും ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ഒരു ബന്ധവും പാടുള്ളതല്ല. ഇതൊക്കെ വലിയ തെറ്റുകളാണ്. ആ തെറ്റുകൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരിക. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അനി റസൂലിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇജ്തനിബു അസ്സബഉൽ മുബിഖാതി ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന ഖാല അശ്ശിർകു ബില്ലാഹ് വസ്സിഹ്റു വഖത്ലുൻ നഫ്സി അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു റിബാ വഅക്ലു മാലൽ യതീമി വതവല്ലി യൗമി സഹഫി വഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. 7 മഹാപാപങ്ങളെ നിങ്ങൾ വർജിക്കണം, സൂക്ഷിക്കണം, വെടിയണം.
എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. 7 എണ്ണത്തെ വൻപാപത്തിൽ പെടുത്തിക്കൊണ്ടാണ് വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അസ്സബുൽ മുബിക്കാത്ത്, 7 മഹാപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ വമാഹുന, അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അശ്ശിർക്കു ബില്ലാഹ്, ഒന്നാമത്തെ ശിർക്കാണ്, അള്ളാഹുൽ പങ്കു ചേർക്കുക. വളരെ ഗുരുതരമായ തെറ്റാണ്. അതേപോലെ തന്നെ വസ്സിഹ്റു, മാരണം, സിഹർ ചെയ്യുക, മാരണം ചെയ്യുക, കൂടോത്രം ചെയ്യുക, അതുപോലുള്ള ബന്ധപ്പെട്ട വകുപ്പുകൾ, അതെല്ലാം സിഹർ വൻ പാപത്തിൽപ്പെട്ടതാണ് ആയിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. വഖത്ലുൻ നഫ്സ് അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, യാതൊരു ന്യായവും കൂടാതെ മനുഷ്യനെ കൊല്ലുക, യാതൊരു ന്യായവുമില്ലാതെ അന്യായമായിട്ട് മനുഷ്യവധം, മനുഷ്യനെ കൊല്ലുക എന്നത് വൻപാപത്തിൽപ്പെട്ടതായിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പഠിപ്പിക്കുകയാണ്. വാക്കുലു റിബ, പലിശ തിന്നുക, പലിശ എന്ന് പറയുന്ന ആ ഒരു വൻ വിപത്ത്, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല. അത് വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം പലിശയെ കാണുന്നത്. വാക്കുലു മാലൽ യതീം, അതേപോലെ അനാഥന്റെ സ്വത്ത് തട്ടിയെടുക്കുക, തിന്നുക. വാക്കുലു മാലൽ യതീം, അനാഥയുടെ സ്വത്ത് തിന്നുക. അതേപോലെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ, അതും വലിയ തെറ്റായിട്ട്, വലിയ പാപമായിട്ടാണ്. ഒന്നിച്ചു യുദ്ധത്തിന് പോവുക, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പിന്മാറിക്കളയുക, എന്നിട്ട് കൂട്ടുകാരെ എന്ത് ചെയ്യുക, അപകടത്തിലേക്ക് അവരെ ഒറ്റപ്പെടുത്തി തിരിച്ചു വരിക, സ്വന്തം കാര്യം നോക്കുക. ഇതൊന്നും ഒരു വിശ്വാസികൾക്ക് പാടുള്ളതല്ല. അതാണ് യുദ്ധത്തിൽ നിന്ന്, പടയിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം വന്നു, നമ്മളെല്ലാവരും ഒന്നിച്ചു പോവുകയല്ലേ, ഓക്കെ. പക്ഷേ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെച്ച് പണ്ട് മുനാഫിക്കുകൾ അങ്ങനെ ചെയ്തിരുന്നു. മുനാഫിക്കുകൾ ഓരോരോ ന്യായം പറഞ്ഞിട്ട് അവർ റസൂലുള്ളാഹിനെയും കുറച്ച് വിശ്വാസികളെയും വിട്ടേച്ച് തനിച്ചാക്കിക്കൊണ്ട് ഇവർ പിന്മാറിക്കളയുന്ന സ്വഭാവം ഈ മുനാഫിക്കീങ്ങളായ ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വലിയ തെറ്റായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു വന്നത്. അതുപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പറയുക, ദുരാരോപണം അവരുടെ പേരിൽ പറയുക, വലിയ വലിയ ശിക്ഷയായിട്ടാണ്, വലിയ പാപമായിട്ടാണ്, വൻ പാപത്തിൽ പെടുത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലദീന, ഖുർആനിൽ കാണാം സൂറത്തു നൂറിലെ 23-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ വലഹും അദാബുൻ അദീം. ഈ പതിവ്രതകളും അതേപോലെ തന്നെ ദുർവൃത്തിയെപ്പറ്റി ഓർക്കുക പോലും ചെയ്യാത്ത ഈ സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഈ തരത്തിൽ ദുരാരോപണം പറഞ്ഞു പരത്തുക എന്നത് എന്താണ് ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ശാപം, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ശാപം ഉള്ളവരാവണ്, ശാപം ഉണ്ടാവട്ടെ, അവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് സത്വൃത്തകളായ. എത്ര ഗൗരവമാണത് വിഷയം, എത്ര ഗൗരവത്തിലാണ് ഖുർആൻ ആ കാര്യം പറയുന്നത്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറയുക, ഇതൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്, വളരെ അധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ല സ്ത്രീകളെ, സത്യവിശ്വാസിനികളായ സ്ത്രീകളെ സംബന്ധിച്ച് ആ വിധത്തിൽ പറഞ്ഞു പരത്തുക, ഇല്ലാത്തത് ആരോപിക്കുക, ദുരാരോപണം അവരുടെ മേൽ പറഞ്ഞു ഉണ്ടാക്കുക, ഇതൊക്കെ വളരെ അധികം സൂക്ഷിക്കേണ്ടതാണ്. ലുഇനു ഫിദ്ദുനിയ വൽ ആഖിറ, അവർക്ക് ഇഹത്തിലും പരത്തിലും അവര് ശപിക്കപ്പെട്ടവരാണ്. അങ്ങനെ പറഞ്ഞു പരത്തുന്നവർ ശപിക്കപ്പെട്ടവരാണ്. തീർന്നില്ല, വലഹും അദാബുൻ അദീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ തെറ്റുകൾ, ഇത്തരത്തിലുള്ള തെറ്റുകളൊക്കെ നമ്മൾ ബോധപൂർവം മാറി നിൽക്കണം. ഇതൊക്കെ അള്ളാഹും റസൂലും പഠിപ്പിച്ച് നമ്മുടെ വിശ്വാസത്തിന്, എൻ്റെ വിശ്വാസത്തിന് ഇതൊക്കെ എതിരാണ്,
എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിശ്വാസി മാറി നിൽക്കണം. വിശ്വാസിയുടെ ജീവിതം എപ്പോഴും പവിത്രമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. ഒരു കളങ്കവും ഇല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തേണ്ടവനാണ് അവൻ. ഒരു പാപവും അവനെ ഏശാൻ പാടില്ല, ഒരു പാപവും അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പാടില്ല, ഒരു തിന്മയിലും അവൻ പങ്കാളികളാകാനോ സഹകരിക്കാനോ പാടില്ല. അവൻ ഏത് അവസ്ഥയിലും, രഹസ്യ ജീവിതത്തിലാകട്ടെ പരസ്യ ജീവിതത്തിലാവട്ടെ, ഒറ്റക്കായിരിക്കുമ്പോഴാവട്ടെ കൂട്ടമായി ജീവിക്കുമ്പോഴാകട്ടെ, ഒരു സത്യവിശ്വാസി ഏതവസരത്തിലും ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതെ, സ്വാഭാവികമായ ചെറിയ ചെറിയ കുറ്റങ്ങൾ സംഭവിച്ചു പോയേക്കാം, അത് അവന്റെ നിലപാടിനനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുത്തേക്കും. അത് സ്വാഭാവികമായ തെറ്റുകളാണ്. മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നവനാണ്. മനുഷ്യൻ തെറ്റുകൾ സംഭവിച്ചു പോകും. എന്താണ് മനുഷ്യൻ, ആദമിന്റെ മക്കൾ തെറ്റ് ചെയ്യുന്നവരാണ്. പ്രവാചകൻ പറഞ്ഞതാണ്, സംഭവിച്ചു പോകും. എന്നാൽ അവരിൽ ഏറ്റവും ഉത്തമരാരാണ്? ആ തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ ഖേദിച്ചു മടങ്ങുന്നവർ, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് അവരിൽ ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ ജീവിക്കുമ്പോൾ, നമ്മളെ ദുനിയാവിലെ ജീവിതം, നമ്മളത് രണ്ടു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹറാമു ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഹറാമു സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമായ ഒരു തീരുമാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനവും ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ ഭാര്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതെന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്നതാണ്, എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുന്നതാണ്. ഓരോ തെറ്റിനും ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ കണക്കു പറയേണ്ടി വരും എന്ന ഭയം നമ്മളെയൊക്കെ ഭരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള തെറ്റുകളെയും നമ്മൾ നിസ്സാരമായി കണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പല തെറ്റുകളും പല തിന്മകളും ഒക്കെ അതല്ലേ, അതങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ എന്ന രീതിയിൽ ചെറുതായി കാണുന്ന ഒരു മാനസികാവസ്ഥ അള്ളാഹും റസൂലും വളരെ ഗൗരവമായി പറഞ്ഞ വിഷയങ്ങൾ, ആ വിഷയത്തിലെല്ലാം നമ്മുടെ നിലപാടുകൾ അത് കൃത്യമായി അള്ളാഹും റസൂലും പറഞ്ഞതിനനുസരിച്ചല്ല എങ്കിൽ തീർച്ചയായും നമ്മളെ അള്ളാഹു വിശ്വാസികളായിട്ട് കണക്കാക്കുകയില്ല, വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. അള്ളാഹും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടത്തിന് അത് യോജിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ തിരസ്കരിച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ നിലപാടല്ല. വിശ്വാസികളുടെ നിലപാടല്ല അത്. വിശ്വാസികൾ അള്ളാഹും റസൂലും പറഞ്ഞെടുത്ത് നിൽക്കണം. അവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വ റസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അള്ളാഹു പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല. അടിവരയിട്ട് മനസ്സിലാക്കണം. അള്ളാഹു സത്യവിശ്വാസി മുഅ്മിനീനും മുഅ്മിനത്തിനും പാടില്ല എന്നാ പറഞ്ഞത്. എങ്ങനെയെങ്കിലും പോയി ജീവിക്കുന്നവനെ അല്ല, അവരോടല്ല അള്ളാഹു പറയുന്നത്, നമ്മളോടായി പറയുന്നത്. നമ്മളെ മാത്രം വിളിച്ചുകൊണ്ടാ പറയുന്നത്. ഓരോ വിശ്വാസികളായ ആണിനെയും പെണ്ണിനെയും തന്നെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടുള്ളതല്ല. ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ
ഒരു വിശ്വാസിനിക്കും പാടുള്ളതല്ല. നമ്മുടെ എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ബുദ്ധിക്ക് അങ്ങനെ നമുക്കൊരു തീരുമാനം പറയാൻ പാടില്ല. വ്യക്തമായിട്ട് അള്ളാഹും റസൂലും തീരുമാനിച്ച കാര്യമാണ് എങ്കിൽ അവിടെ നിൽക്കണം. അതാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ വഴിപിഴവിൽ പിഴച്ചുപോയി. ഈ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്ന ലോകത്ത് നമുക്കൊരു നിലപാടും ഒരു ആദർശവും ഒക്കെ നമുക്കില്ലാതെ പോയാൽ നമ്മൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്നും നമ്മൾ പുറത്തു ചാടും. അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ള ദീനിനെ കൂടി ചോർത്തിയെടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്മുടെ ചുറ്റുപാടും ജീവിച്ചു കൊണ്ടിരിക്കുക. അവർ പലതും കൊണ്ടുവരികയാണ്. നമ്മളെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കുടുംബ വ്യവസ്ഥിതികളെയും ഒക്കെ തകർത്തുകൊണ്ട് വെറും ഭൗതികപരമായിട്ട് വളർത്താൻ, അവിടെ മതത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത, മതത്തിനൊരു സ്ഥാനവുമില്ലാതെ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളിതൊന്നും കണ്ടില്ലാതെ കണ്ണടച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് വെക്കാൻ നമുക്ക് പാടുള്ളതല്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത്? ഇപ്പോ ഒരു ഡാൻസിന്റെ വിഷയം വന്നു. സ്കൂളുകളിൽ ഡാൻസ് കൊണ്ടുവരികയാണ്. എന്താണ് ഡാൻസ് കൊണ്ട് എന്താണ് അവർ പറയുന്ന ന്യായം? അത് ലഹരിക്കെതിരെയാണ്. ലഹരിക്കെതിരെ ഈ കുട്ടികളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഡാൻസ് കളിച്ചിട്ട് ആരെങ്കിലും ലഹരി ഉപയോഗിക്കാത്തവർ ഉണ്ടോ? ഡാൻസ് കളിച്ചിട്ട് ആരെങ്കിലും ലഹരി മാറ്റിവെച്ചു ചരിത്രമുണ്ടോ? നമ്മുടെ നാട്ടിലല്ലേ ഈ നടക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ചാൽ പറയുന്നത് എന്താണ്? ഇവർ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരാണ്. ഇതിനെതിരെ പ്രതികരിച്ചാൽ ഈ ഡാൻസ് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ആണും പെണ്ണും എല്ലാം ചേർന്ന് അങ്ങനെ തുള്ളിച്ചാൽ, ഡാൻസ് എന്ന് പറഞ്ഞാൽ തുള്ളലാണല്ല, അങ്ങനെ തുള്ളിച്ചാടിയാൽ എവിടെയാണ് ലഹരി പോകുക? എങ്ങോട്ടാണ് ലഹരി പോകുക? വെറുതെ ആളുകളെ എന്താക്കുകയാണ്? ആളുകളെ വല്ലാതെ കൺഫ്യൂഷനിലാക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തുള്ളൽ നടക്കുന്ന മേഖലയാണ് സിനിമാ മേഖല. ഏറ്റവും കൂടുതൽ ഡാൻസും പാട്ടും സംഗീതവും എല്ലാം നടക്കുന്നത് ലോകമാണ് സിനിമാ ലോകം. അവിടെ എന്താണ്? അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം ലഹരിയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ലഹരിയാണ്. ഇന്നുള്ള പല യുവ നേതാക്കളും അഭിനയിക്കുന്ന ആളുകളൊക്കെ ഇതില്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റാത്ത, നടനം വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ നമുക്ക് യോജിക്കാൻ സാധിക്കും? ഇത് കഴിഞ്ഞ എന്ന് മാത്രമല്ല, ഇവിടെയുള്ള മദ്യശാലകൾ ഓരോ റേഷൻ കടകൾ പോലെ തുറന്നു കൊടുക്കുന്ന ആളുകളാണ് ഈ ലഹരിക്കെതിരെ സംസാരിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം. ഈ എന്താണ് മുക്കിനും എല്ലാ സ്ഥലങ്ങളിലും മദ്യം സുലഭമായി ലഭിക്കത്തക്ക വിധത്തിൽ ഇവിടെ കള്ളുഷാപ്പുകൾ, മദ്യശാലകൾ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ടാണ് ഇവർ ഇതിനെതിരെ പറയുന്നത്. എങ്ങനെ ശരിയാകും? അപ്പോൾ എന്തിനെങ്കിലും ഒരു യോജിപ്പ് വേണ്ടേ? ഒരു ലോജിക്ക് വേണ്ടേ? അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് കാര്യം. നമ്മുടെ തലമുറകളെ, ഒന്നാമത് നമ്മുടെ മക്കൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ് തുള്ളാൻ. അപ്പൊ ഇതും കൂടെ വരുമ്പോൾ തുള്ളിക്കോളും. ഇവർക്ക് ഇപ്പോൾ
ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ മത സമൂഹം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇതിന് എന്താണ് ഈ തലമുറകളെ മതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോവുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ മക്കളെ അള്ളാഹുവിൽ നിന്നും ഈ ദീനിൽ നിന്നും ഈ മതത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുക, കുറേശ്ശെയായി അല്പാൽപമായിട്ട് ഇങ്ങനെ അകറ്റി കൊണ്ടുപോകുക. അങ്ങനെ അവരെ ഭൗതികതയുടെ വക്താക്കളാക്കി മാറ്റുക. നമ്മളൊക്കെ മരിച്ചു പോകും. ഇവിടെ ഈ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ കാണുക സാധ്യമല്ലാതെ വരും. അതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ എത്രയൊക്കെ ഇവർ ശ്രമിച്ചാലും ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്. അത് നിലനിൽക്കും. ഒരാളെ കൊണ്ടും അതിനെ തകർക്കാൻ സാധിക്കുകയില്ല. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹുവിന്റെ ദീനിനെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക, ഇസ്ലാമിനെ, ഈ പ്രകാശമാകുന്ന ഇസ്ലാമിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പം ആരൊക്കെ ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള ഭൗതിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് വന്നിട്ട് അവർക്ക് നിലനിൽക്കാൻ സാധിച്ചോ? അവരുടെ നാട്ടിൽ തന്നെ അവർ തകർന്നു വീണില്ലേ? സോവിയറ്റ് റഷ്യ ഉദാഹരണമല്ലേ നമ്മുടെ മുമ്പിൽ. അവർ പലതും കൊണ്ടുവന്നു, നടപ്പാക്കി. പക്ഷേ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചോ? ഇല്ല. പിന്നീടുണ്ടായതോ? ആ നാടുകളിലൊക്കെ പള്ളികൾ, അതേപോലെ ചർച്ചുകൾ ഒക്കെ വരികയല്ലേ? അവർക്ക് അതിന്റെ പേരിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും അവരുടെ ഈ ഈസത്തെ സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ഒരു നൂറ്റാണ്ട് തേക്കാൻ സാധിച്ചില്ല. ഇസ്ലാം ഇന്നും നിലനിൽക്കുകയാണ്. എത്രയോ വർഷം പഴക്കമുള്ള ഈ ഇസ്ലാം ദീൻ ഇവിടെ ഇന്നും നിലനിൽക്കുകയാണ്. ഒരു കോട്ടവുമില്ലാതെ, ഒരു വാടിത്തളർച്ചയുമില്ലാതെ, വാടിപ്പോകാതെ അതിന്നും അതിൻ്റെതായ എല്ലാവിധത്തിലും ഉണർന്നു നിൽക്കുകയാണ് ഇസ്ലാം. ഇവിടെ ആളുകൾ കൂടി വരികയാണ്. എല്ലായിടത്തും ഇസ്ലാമിലേക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ. എന്നാൽ ഇതിനെയൊക്കെ ആളുകൾ കൈയൊഴിഞ്ഞു, ചവറ്റുകൊട്ടയിലേക്ക് തള്ളിക്കളഞ്ഞു ആളുകൾ. അപ്പോൾ സഹോദരങ്ങളെ, മനസ്സിലാക്കണം, ഇത്തരം സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ തകർക്കുന്ന രീതിയിലുള്ള ഈ പരിശ്രമങ്ങളാണ് നമുക്ക് ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ജാഗ്രത പുലർത്തണം. നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാൻ വിട്ടാൽ എന്താ പഠിക്കുന്നത് എന്നൊക്കെ നമ്മൾ സൂക്ഷിക്കണം. പാഠപുസ്തകത്തിൽ പോലും മുമ്പ് പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്നു. മതമില്ലാത്ത ജീവൻ ഈ ഫോമിൽ പൂരിപ്പിക്കുന്ന ഭാഗം എന്താ? മതം ചോദിച്ചപ്പോൾ അവിടെ മതമില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുക പഠിപ്പിക്കാൻ. സ്കൂളിലെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന മതമില്ലാത്ത ജീവൻ പ്രശ്നമായി. മതസംഘടനകൾ ഉണർന്നു, അതിനെതിരെ ശക്തമായി സമരം ചെയ്തു. അവസാനം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അതാണ് കേരളത്തിന്റെ ചരിത്രം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒക്കെ കൊണ്ടുവരുമ്പോൾ ഈ ഡാൻസ് ഒക്കെ പേരിൽ അങ്ങനെ കൊണ്ടുവരിക എന്നത് നമ്മുടെ ദീനിന് എതിരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടികൾ തുള്ളിയാൽ ഇവിടെ ദീനിന് എന്താ കുഴപ്പം? ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് ഇവരുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ആദ്യ ചവിട്ടുപടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളും. കുട്ടികൾ ഇതേപോലുള്ള ലഹരിയിലേക്കും മറ്റും അവരെ എത്തിക്കുക എന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. ലഹരിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് ലഹരിയിലേക്കാണ് അവരെ വിളിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ DJ പാർട്ടിയും
ഒക്കെ അവിടെയൊക്കെ എന്താണ്, അവിടെയൊക്കെ പിടിക്കപ്പെടുന്നത് ലഹരി പദാർത്ഥങ്ങളാണ്. ഈ ഡാൻസ് കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം പിടിക്കപ്പെടുന്നത് ഇതാണ്. പിന്നെ എങ്ങനെ ശരിയാകും? അപ്പോൾ ഒരിക്കലും യോജിക്കുകയില്ല. കായികം ആണെങ്കിൽ ഇപ്പം ഇനി കുട്ടികൾക്ക് ഫിസിക്കലി ആണ് എങ്കിൽ ഈ ഓട്ടക്കാരും ഈ ലഹരി ഉപയോഗിച്ചിട്ട് ഓടുന്നെന്നൊക്കെ എത്ര ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും ഒരു പരിഹാരമല്ല. ലഹരിക്കെതിരെ പരിഹാരം എന്നുള്ളത് ഇത് പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യുക, ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ഇത് ഇല്ലാതാക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലത് കൂടിക്കൂടി വരികയല്ലേ, കൂടി വരികയാണ്. അത് ഉപയോഗിക്കുന്നവരുടെ ഇതും കൂടുകയാണ്. അതിന്റെ കച്ചവട കണക്കുകളൊക്കെ ഓരോ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിൽ വിറ്റ് തീർത്ത അല്ലെങ്കിൽ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതരികയാണ്. എത്രയോ ആളുകളാ കുടിക്കുന്നത്. ഒരു പ്രാവശ്യം പൊന്നാനി സംസ്ഥാനത്ത് ലീഡ് ചെയ്യുന്നാലും, പൊന്നാനി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മുസ്ലിം സമൂഹം കുറച്ച് കൂടുതലുള്ള പ്രദേശമാണ്. അവിടെ പോലും ഈ മദ്യം വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ടു എന്ന് കണക്ക് നിരത്തുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ സൂക്ഷിക്കണം. ഇതൊക്കെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും ഇത്തരത്തിലുള്ള പാപത്തിൽ നിന്ന് ഒരു പാപത്തെയും നമ്മൾ നിസ്സാരമായി കാണരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ വിശ്വാസികൾ അവരെപ്പോഴും വിശ്വസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഫൗഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരണേ. ഇത്തരത്തിലുള്ള പാപങ്ങൾ, തെറ്റുകൾ എല്ലാം ബോധപൂർവം വിട്ടുനിൽക്കാൻ ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തണം. പ്രത്യേകിച്ച് ഇപ്പോൾ മദ്രസ ടൈം വരെ സ്കൂൾ സമയം കൂട്ടിയിരിക്കുകയാണ്. അപ്പം അവിടെ കുറയുന്നത് ഏതാ? മദ്രസ സമയത്താണ് കുറവ് വരുന്നത്. അല്ലെങ്കിൽ തന്നെ കുട്ടികളെ 8 മണിയൊക്കെ രാവിലെ 7 മണിക്ക് തുടങ്ങി 8 മണിയാകുമ്പോൾ തന്നെ ബസ് വരും എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോക്കാണ്. ഇനി ഇതും കൂടെ ആകുമ്പോഴോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ മറവിൽ വലിയ ഒരു അജണ്ട ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ ഓരോ വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ അംഗത്വം നേടും. അവിടെയൊക്കെ ശ്രദ്ധിക്കണം ഏത് സംഘടനയാണ് മോനെത്തുന്നത്. ഈ മതമില്ലാത്ത ഭൗതിക പ്രസ്ഥാനത്തിൽ മാത്രമാണ് മോൻ മെമ്പർഷിപ്പ് എടുക്കുന്നതെങ്കിൽ നാളെ ആ മകൻ നമുക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക, ജാഗ്രത പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് ശത്രു സംഘങ്ങൾ സഖ്യവും ചേർന്നുകൊണ്ട് മദീനയെ ആക്രമിക്കാൻ വന്ന ഒരു രംഗം സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരു കക്ഷികൾ ഒന്നാകെ വരികയും അപ്പോഴാണ് ഈ കിടങ്ങിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ആ സമയത്തെ ഒരായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ ഖാലു ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു വസദഖ അല്ലാഹു വറസൂലുഹു വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ, മുഅ്മിനീങ്ങൾ അഥവാ സത്യവിശ്വാസികൾ ആ അഹ്സാബുകളെ, ആ സഖ്യകക്ഷികളെ കണ്ടപ്പോൾ ഖാലു, അവർ പറഞ്ഞത്, ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് അല്ലാഹു ഞങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ്.
ഇതൊന്നും പുതിയത് അല്ല. നേരത്തെ തന്നെ അള്ളാഹും റസൂലും ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ എന്നുള്ളത്. വസദഖല്ലാഹു വറസൂലുഹു, ഇത് എന്താണ്? അള്ളാഹുവും അവന്റെ ദൂതനും സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. വസദഖല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും സത്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമാ, അവർക്ക് അപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അതേപോലെ അർപ്പണബോധവും ഈമാനും ഒക്കെ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ സാഹചര്യത്തിൽ ഇത്തരം ആയത്തുകളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ പല വിധത്തിലും നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഒക്കെ പല രൂപത്തിൽ, പല കോലത്തിൽ, പല വേഷത്തിലൊക്കെ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടെ നമ്മൾ പ്രഖ്യാപിക്കേണ്ട, നമ്മൾ പറയേണ്ട കാര്യം ഇത് അള്ളാഹും റസൂലും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹും റസൂലും സത്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉറച്ച് നിൽക്കുക എന്നുള്ളത്. ഇതിനൊക്കെ നമ്മൾ കൂടിക്കൊടുക്കുകയല്ല വേണ്ടത്. ഇതൊക്കെ അങ്ങനെ പോയാൽ എന്താകും? ഒന്നും ഇങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ ആ രീതിയിലുള്ള ചിന്തയും വിചാരവും നിലപാടുമൊക്കെ വന്നാൽ അവർ ഒരിക്കലും എന്താകുകയില്ല, അവർ വിശ്വാസികൾ ആകുകയില്ല. മറിച്ച് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും സത്യമാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ അല്ലെ, അന്ത്യനാൾ അടുക്കുമ്പോൾ ഒരു വിശ്വാസി തീക്കട്ട കയ്യിൽ പിടിച്ചവന്റെ മാതിരി ആയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എത്രയോ നാൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നൊരു വിശ്വാസിക്ക് അവന്റെ വിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു അവസ്ഥയാണ് അവനിലുള്ളത്. ഒരുപക്ഷെ വീട്ടിൽ പോലും അവന് എന്തായിരിക്കും? പരീക്ഷണങ്ങളായിരിക്കും. അവന്റെ സ്വന്തം വീട്ടിൽ പോലും ഈ ഒരു അവസ്ഥയായിരിക്കും. അപ്പോ വിശ്വാസം എന്ത് ചെയ്യുക? ഈമാൻ വർദ്ധിക്കണം. ഇതെല്ലാം കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കണം. തസ്ലീമ, അർപ്പണബോധവും ഉണ്ടാവണം. ദീനിനോട് കൂറും സ്നേഹവും ഇഷ്ടവും ഉണ്ടാവണം. ഞാനൊരു മുസ്ലിമാണ്, എനിക്കൊരു ഒരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു അന്തസ്സുണ്ട്, എനിക്കൊരു ഇസ്സത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളോട് രാജിയാവാതെ സമരോത്സുകരായി തന്നെ ഇതിനൊക്കെ ശക്തമായ രീതിയിൽ ഇതും ഇനി വരാൻ പോകുന്നതും എന്തൊക്കെയാണോ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഭാവിയിൽ നാളെ എന്തൊക്കെയാണ് ഇനി നാം നേരിടുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല. അങ്ങനെ സംഭവിക്കുമ്പോഴെല്ലാം തന്നെയും ഈ മാതിരിയുള്ള വിശ്വാസികളുടെ ഉറച്ച നിലപാട് ഏതു സമയത്തും ഏതു സാഹചര്യത്തിലും ഉറച്ചു നിൽക്കാൻ, എത്ര ശത്രു സംഘങ്ങൾ ഇങ്ങനെ കടന്നു വന്നാലും അവിടെ ഉറച്ചു മുന്നിൽ നിൽക്കാൻ ഈമാൻമായ ആവേശത്തോടുകൂടി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഇത്തരത്തിലുള്ള സമയത്ത് അള്ളാഹുവിനെ മുറുകെ പിടിച്ച് അവൻ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധത്തിലുള്ള തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാളെ നരകശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോയി തിരിച്ച് എത്തിയ നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ആതിഥ്യം നൽകി അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ആയി സ്വീകരിച്ച് അവർക്ക് അതിനുള്ള
അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാനുള്ള എല്ലാവിധ സഹായവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ സഹായിക്കുന്ന ഒട്ടനവധി സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء الدين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.